ഗൈസ് അങ്ങനെ റെട്രോ കണ്ടിട്ട് തന്നെ വഴിയാണ്. എന്താ പറയണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണ് ഞാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ കുറേ നേരം തിയേറ്ററിൽ ഇരുന്ന പോലെ തോന്നി. സമയം പോവാത്ത പോലെ തോന്നി. ആദ്യമായിട്ടാ ഒരു പടം. സാധാരണയൊക്കെ നമ്മളൊരു പടം കണ്ട് ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളും ഇങ്ങനെ പെട്ടെന്ന് ഇന്റർവ്യൂ നല്ല നല്ല പടങ്ങളാണെങ്കിൽ നമ്മളത് അതിലങ്ങ് ലയിച്ചിരുന്നു കണ്ടിട്ട് ഇത് പെട്ടെന്ന് തീർന്നൊക്കെ തോന്നിപ്പോവില്ലേ. അങ്ങനെ എനിക്ക് ഈ പടത്തിന് തോന്നിയില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കുറച്ച് എന്താ പറയാ, ഒരു ഫസ്റ്റ് ഹാഫ് തീരാറൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇതിങ്ങനെ ഇതെന്താ ഫസ്റ്റ് ഹാഫ് പോലും ലൈക്ക് ഇന്റർവെല്ലിൽ പോലും ആവണല്ലേ എന്ന് എനിക്ക് ചെറിയൊരു തോന്നൽ വന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഫീൽ അടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച പക്ഷെ സെക്കൻഡ് ഹാഫ് അതിലേറെ ലെങ്ത്. എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടിയെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പിടിയിട്ടില്ല. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ നമ്മളാ കങ്കോയ്ക്ക് ശേഷം കങ്കോ ആകെ പോയിരിക്കായിരുന്നല്ലോ. അതിനുശേഷം പുള്ളിയുടെ ഒരു എന്താ പറയുക കംബാക്ക് പോലെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ട്രെയിലറിൽ കണ്ടപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ജോണർ ഫിലിം അല്ല. എന്നാലും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കങ്കുവേള ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ പോയി കണ്ടതാണ്. എനിക്ക് വിഷമം ഒരു പൊടിക്ക് തോന്നും ഇല്ലെന്നല്ല, അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇത് കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാമെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും റിവ്യൂ ഒക്കെ കേട്ട് സമാധാനിക്കുക. ഇല്ലെങ്കിൽ OTT വരുമ്പോൾ കാണാം. അതൊക്കെ മതി എന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് ലെങ്ത് ഉള്ള പോലെ തോന്നി പടത്തിന്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ ഇത്ര നേരം ഇരുന്നിട്ടും ഇത് എന്താ തീരാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പടത്തിന് ഇതെന്തിങ്ങനെ തീരാത്തത്, കുറേ നേരം ആയല്ലോ എന്ന് ഈ പടത്തിന് മാത്രമേ ഞാൻ വിചാരിച്ചു. ഒരു ഹാപ്പി എൻഡിങ് ടൈപ്പ്. എനിക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറേ നാൾ മുമ്പാണ് അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ടത്തെ മലയാളം ഫിലിമൊക്കെ എടുത്തു നോക്കിയാലും മിക്കതിലും ഈ ആ ഒരു ഫിലിമിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ എല്ലാം കൂടെ ആ ലാസ്റ്റ് സീനിലോ ലാസ്റ്റ് ഷോട്ടിലോ എല്ലാവരും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ചിരിപ്പിക്കൂലേ. അതിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുക. അത് ഞാൻ പഴയ മലയാളം ഫിലിംസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം അതേപോലെ എനിക്കാണ് ഈ ഒരു ഫിലിമിൻ്റെ എൻഡിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു ഹാപ്പി എൻഡിങ് ടൈപ്പിൽ കഥ കഥ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഇതിലെ കോമഡീനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് എല്ലാ കാലത്തൊന്നും ശരിയൊന്നും എനിക്ക് ചില കോമഡി ഒന്നും വർക്കൗട്ട് ആയില്ല സത്യം പറഞ്ഞാൽ. തിയേറ്ററിലാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ഒരു കോമഡി സീൻ കാണുമ്പോൾ അങ്ങനെ ആരും ചിരിക്കണ പോലെ ഞാനും കണ്ടില്ല. ചില കോമഡിക്ക് ഓക്കെ, സിറ്റുവേഷണൽ കോമഡികൾക്ക് ആൾക്കാർ ചിരിച്ചു. ഞാനാണെങ്കിലും അതൊക്കെ എനിക്ക് വർക്കൗട്ടായി. സിറ്റുവേഷണൽ കോമഡീസ് എനിക്ക് ഓക്കെ. പക്ഷെ അല്ലാതെ കോമഡിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ആയില്ല. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള കാർത്തിക് സുബരാജിൻ്റെ മുമ്പത്തെ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ഡിസപ്പോയിൻമെൻ്റാണ് തന്നത്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പോസിറ്റീവായിട്ട് എനിക്ക് ആകെ എന്താ പറയുക രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഇതിൻ്റെ BGM ഒക്കെ അടിപൊളിയാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റാണ്. കൂടുതലും ഫൈറ്റിൻ്റെ ഒപ്പമാണ് BGM അവർ ഇടുന്നത്. അതൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ആ ഒരു ബീറ്റും അത് തിയേറ്ററിലിരുന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു വൈബ് കിട്ടുന്നതിന് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് സൂര്യയുടെ ഇൻട്രോ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻട്രോ സീനിൽ ആ ഒരു ഇൻട്രോയിലൊരു ഫൈറ്റ് ഉണ്ട്. ഇൻട്രോയിൽ ആ ഒരു ഫൈറ്റ് സീനും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു BGM ആണെങ്കിലും നല്ലതായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അത് കണ്ടിരിക്കാനും നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കണ്ട ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് ഈ പടം ഇങ്ങനൊരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ അവസാനം ഒരു ഡിസപ്പോയിൻമെൻറ്റ് പോലെ ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ പടം എത്തിയില്ല. ഇതിലെ കുറേ ഭാഗങ്ങൾ എനിക്ക് അനാവശ്യമായിട്ട് തോന്നി. പിന്നെ ചില ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത പോലെ തോന്നി. എന്തിനാണ് അവരെ കൊണ്ടുവന്നത്, ചുമ്മാ കൊണ്ടുവന്ന പോലെ തോന്നി. അപ്പോൾ മൊത്തത്തിൽ പടം ഒരു ഓക്കെ എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.